ഗസ് ദ സ്നാക്ക്. എന്റെ ഇതാണ്. എന്റെ ഇത് ഇതൊരു മലബാർ പലഹാരമാണോ? എന്റെ അല്ലേ? അല്ല. ഓക്കെ. അപ്പുന്റെ ഒരു കേരള ഒത്തന്റിക് എന്തെങ്കിലും അല്ല, നമ്മുടെ കേരളത്തിലുള്ള പലഹാരമാണോ മാത്രം? അല്ല. സ്പെഷ്യാലിറ്റി അല്ല അല്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ പലഹാരമാണോ? അല്ല. മലബാറും അല്ല നോർത്ത് ഇന്ത്യനും അല്ല. ഓക്കെ. മലബാർ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച കേരളത്തിലത്തെ എല്ലാവർക്കും ഉണ്ട് അത്. കുട്ടിയുടെ ഇത് നോൺ വെജ് ആണോ അതോ വെജ് ആണോ പലഹാരം? രണ്ടും ഉണ്ടാക്കാം. ഓക്കെ. അമ്മയുടെ നോൺ വെജ് ആണോ വെജ് ആണോ? എന്തും ഉണ്ടാക്കാതുണ്ട്. നോൺ വെജ് വെജ് എന്ത് വെച്ച്. എനിക്ക് അമ്മയുടെ മനസ്സിലായി കഴിഞ്ഞു. ഒരെണ്ണോട് ചോദിച്ചോ? ഞാൻ ചോദിക്കട്ടെ. ഇത് എന്താണ് ചായയുടെ കൂടെ അതെന്താ ഇപ്പൊ സ്നാക്കിന് ചോദിക്കല്ലേ? ഇത് ഗോതമ്പ് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടാണത്? ഗോതമ്പാണോ അതായത് മൈദയാണോ എന്ത് വെച്ചിട്ട്? അങ്ങനെ പറ്റില്ല അല്ലേ? ചോദിക്കാൻ പറ്റുള്ളൂ. എന്ത് വെച്ചിട്ടുണ്ടാകണേ? ഗോതമ്പ് എങ്ങനെയാണോ? അത് മൈദ വെച്ചിട്ട് തന്നെയാണോ? മൈദ വെച്ചിട്ടാണെന്നാണ് എന്റെ അറിവ്. നിങ്ങളുടെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യത്തില്ലേ? ഇല്ല. ഓക്കെ. നിങ്ങളുടെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യുമോ? ഇല്ല. ഐ തിങ്ക് രണ്ടുപേരും ഒരേ സാധനം വിചാരിച്ചേക്കണെന്നാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. ഇത് ത്രികോണാകൃതിയിലാണോ? അല്ല. ഓക്കെ. നിങ്ങളുടെ ഇത് ത്രികോണാണോ? അതെ. അപ്പോ നിങ്ങളുടെ എന്തായാലും സമൂസ. അമ്മയുടെ ഞാൻ പറയാം. ഞാൻ കട്ട്ലറ്റാണെന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാ ഞാൻ നിനക്കൊരു ക്ലൂ തരാം. നിനക്ക് ഞാൻ എല്ലാ ദിവസവും 30 രൂപ ഇത് വാങ്ങിക്കാൻ തരാറുണ്ട്. 30 അല്ല 20 രൂപ.